ഈ കൊച്ചുകുഞ്ഞ് വടക്കം വീട്ടി തറവാട്ടിലെയാ. ഞങ്ങളുടെ പുറമ്പോക്ക് ഭൂമിയിൽ ചുമ്മാ മുളച്ചേക്കുന്ന പോതപ്പുല്ല് ചെത്തി വിറ്റാ കിട്ടും നിന്റെ ഈ പറഞ്ഞ കോടികൾ. ചുമ്മാ വായത്താളം വിട്ടോണ്ടിരിക്കാനെ കേറ്റി വിളിയടാ. വടക്കം വീട്ടി കൊച്ചുകുഞ്ഞിനോട് ഉടക്കാൻ നിക്കല്ലേ, ഉടച്ച് കൈ തരും ഞാൻ. അളിയ എങ്ങനെ ഉണ്ടായിരുന്നടാ? അളിയ പൊളിച്ച ഒരു രക്ഷയില്ല, മാസ്റ്റർ പീസ് രാജു ഏട്ടായി. ആക്രാന്തപ്പെടല്ലേ, കാണിക്കാം. മ്യൂസിക്കും സ്ലോ മോഷനും ബാക്കിയുള്ള പരിപാടിയൊക്കെ ഇട്ടിട്ട് ഞാൻ കാണിക്കാം. എന്നാലും ഫിനിഷിംഗ് വരുമല്ലേ? അല്ലയാ, ഇത് നമ്മൾ എടുത്ത് അങ്ങോട്ട് സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ട് പോസ്റ്റ് ചെയ്താ ഉറപ്പായിട്ടും കയറി വൈറലാവൂലേ. ഒന്നാമതേ ഇൻഡസ്ട്രിയിൽ ഒരു സംസാരമുണ്ട്, രാജുവേട്ടൻ അനിയനായിട്ട് അഭിനയിക്കാൻ ആരുമില്ലാന്ന്. പിന്നെ ഇത് ഇട്ട് കഴിഞ്ഞാ അളിയനെ അനിയനായിട്ട് അഭിനയിക്കാൻ വിളിക്കും. അളിയന് രാജുവേട്ടനുമായിട്ട് കമ്പനി ഉണ്ട് എന്നല്ലേ പറഞ്ഞേ. അപ്പൊ ഈ വീഡിയോ എടുത്ത് പേഴ്സണൽ ആയിട്ട് കൊണ്ട് അയച്ചാൽ കൊടുത്താൽ മതി. അപ്പൊ പുള്ളിക്ക് തോന്നിയാലോ നമുക്ക് എവനെ അനിയനായിട്ട് വിളിക്കാന്ന്. നമുക്കൊരു കാര്യം ചെയ്യാം, ആദ്യമേ ലെച്ചൂസിന് അയച്ചു കൊടുക്കാവോ? ലെച്ചൂസിന്റെ അഭിപ്രായം കേൾക്കണം. ഓക്കെ, അങ്ങനെയെങ്കിൽ അങ്ങനെ അത് കഴിഞ്ഞിട്ട് പോസ്റ്റ് ചെയ്യാലോ. അത് കഴിഞ്ഞിട്ട് പയ്യെ പോസ്റ്റ് ചെയ്യാം. പയ്യെ പോസ്റ്റ് ചെയ്തേടാ. നമുക്കേ ചിലപ്പോ വീണ്ടും ഒന്നുകൂടെ എടുക്കേണ്ടി വരും. തൽക്കാലം ഒരു കാര്യം ചെയ്യും, ഇതങ്ങ് എഡിറ്റ് ചെയ്യടാ. ഓക്കെ. അല്ല, സിദ്ധുമോനെന്താ മുണ്ടൊക്കെ എടുത്തോണ്ട് കല്യാണത്തിന് പോവാന്നോ? എന്നിട്ട് പറഞ്ഞില്ലല്ലോ. അതിനൊന്നും അല്ല മുമ്മേ, സിദ്ധോളി സിനിമയിൽ അഭിനയിക്കാൻ പോവാ. സിനിമയിലെയോ? യാർ പടം? നമ്മ രജനി സാർ പടമാ? അല്ല, വിജയ് സാർ പടം. വിജയ് സാർ പടമാ? രാജു സാർ പടം. അതാ ഇതങ്ങോട്ട് നോക്കിയേ. അയ്യോ സൂപ്പർ സിദ്ധു, ரொம்ப സൂപ്പർ. മാസ് മാസ് ശരിക്കും. അല്ല മോനെ, ഇതൊക്കെ കാണിച്ച സിനിമയിൽ അഭിനയിക്കാൻ വിളിക്കുവോ? പിന്നെ ഇതൊക്കെ കാണിച്ചിട്ടല്ലേ ഇപ്പൊ പല ആൾക്കാരും സിനിമ അഭിനയിക്കാൻ വിളിക്കണേ. അതേപോലെ അളിയനെ വിളിക്കും. അപ്പൊ എങ്ങനെ പോസ്റ്റ് ചെയ്യട്ടാ? അളിയാ, ഇത് പോസ്റ്റ് ചെയ്യണ്ട, നമുക്ക് ഇച്ചിരി ലെങ്തി ഡയലോഗുള്ള സാധനം കടച്ചേക്കാം. അങ്ങനെ എന്നാ പിന്നെ ശരി, ഞാൻ ഇത് പോസ്റ്റ് ചെയ്യണില്ല. ഇത് പോസ്റ്റ് ചെയ്യലിയാ? നമുക്ക് നല്ല ഒരെണ്ണം എടുത്തിട്ട് പോസ്റ്റ് ചെയ്യാം കേട്ടോ. മോനെ, എന്തുവായാലും സിദ്ധുമോന്റെ അഭിനയം കാണാൻ അടിപൊളിയാ. സിദ്ധു ഒരു സകല കലാ വല്ലഭന്താ. കുട്ടി പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. നീ എന്താടാ ഈ വഴിക്ക്? നിന്റെ അടുത്ത് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഈ വഴിക്ക് വരരുതെന്ന്. ഞാൻ അതിനൊന്നും ഇറങ്ങിയതൊന്നും അല്ല. എനിക്കറിയാം ഇവിടെ ശിവാനി ഇല്ലെന്ന്. ഞാൻ അളിയനെ കാണാൻ വേണ്ടി തന്നെ ഇറങ്ങിയത്. എനിക്ക് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ട്. എന്തോന്ന്? അളി എന്ത് പരിപാടി അളിയാ കാണിച്ചത്? ഞാൻ എന്ത് പരിപാടി കാണിച്ചു? ചുമ്മാ അല്ല, വലിയ വലിയ ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുള്ളത് മഹാന്മാരെയൊക്കെ അടുത്തറിയുമ്പോൾ മനസ്സിലുള്ള വിഗ്രഹം ഉടഞ്ഞു പോകുന്നു. വിഗ്രഹോ? നീ എന്തോന്നൊക്കെയാ പറഞ്ഞേ? ഉദിക്കടാ, അടിച്ചുണ്ടോ നീ? ഒന്ന് പോളിയാ. അളിയ സത്യം പറ, അളിയന് ഫേമസ് ആവാൻ അത്രയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു? ഫേമസ് ആവാനോ? എന്തുവാടേ? അളിയ ചുമ്മാ ഒന്നും അറിയാത്തണക്ക് പറയല്ലേ അളിയ? എന്തോ നീ കാര്യം പറ. ഒന്നും അറിഞ്ഞില്ലേ അപ്പം? ഒന്ന് പോയ അളിയ. പിന്നെ ആളി അറിയാതെ എങ്ങനെ അതിനകത്ത് പറഞ്ഞത്? എടാ, നീ കൂടുതൽ കളിച്ചു കഴിഞ്ഞാൽ നിന്നെയും നിന്റെ ബൈക്കിനെടുത്തിയ പറവണ താത്തിക്കളയും. അളിയ സത്യം പറയാലോ, അളിയനോട് എനിക്ക് ഭയങ്കര സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ടായിരുന്നു. അത് ഒറ്റ രാത്രി കൊണ്ടാ ഇല്ലാതായത്. മോശം എന്ന് പറഞ്ഞാൽ മോശം മോശം മോശം, തീരെ മോശം. എടാ എന്തുവാടാ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. രാജുവേട്ടാ, രാജുവേട്ടാ, ഞാൻ തന്നെ. പുള്ളി ആരാണ് വിളിക്കണേ? നിങ്ങളെ തന്നെ, വേറെ ആരാ? കേട്ടോ? എന്താ രാജുവേട്ടാ ഇവിടെ നിക്കണത്? മനസ്സിലായില്ലേ? നിങ്ങളെ കളിയാക്കണ അയാള്. എന്തിന്? നിങ്ങൾ ഇന്നലെ ഒരു സാധനം പടച്ചു വിട്ടില്ലേ സോഷ്യൽ മീഡിയയിൽ? രാജുവിന്റെ വീഡിയോ റീല്. അത് സോഷ്യൽ മീഡിയ ഹിറ്റായി, വൈറലായി. നിങ്ങളാണ് എയറിൽ. ഇപ്പം ആ എയറില്
പടക്കം വീട്ടിലെ കൊച്ചിനോട് ഉടക്കാൻ നിൽക്കല്ലേ, ഉടച്ച് കൈ തരുമെന്നുള്ള സാധനം പടച്ചു വിട്ടാ അതിന്റെ ആഫ്റ്റർ എഫക്ട്സാ വന്നിരിക്കുന്നത്. അല്ല എന്നാലും എന്റെ ഷിബുവേ, നമ്മളെ നാട്ടിൽ ഇങ്ങനെ ഒരു കലാകാരൻ ഉണ്ടായിട്ട് നമ്മൾ അറിഞ്ഞില്ലല്ലോടാ. ചേട്ടാ, ഇവിടുത്തെ മെമ്പറാണ്, എനിക്ക് അറിയാവുന്ന ആളാണെന്ന് ഞാൻ നോക്കത്തില്ല കേട്ടോ. എന്നെ കളിയാക്കി കഴിഞ്ഞാൽ വല്ലതും ചെയ്തു കളയും. അയ്യോടാ, ഒരു തല്ലിപ്പൊളി സാധനവും പടച്ചുവിട്ടി ഇപ്പൊ നമ്മളെ ഞാൻ ചത്തു. ഇയാള് പോ നോക്കി. ഓ ഞാൻ പോണു രാജു ഏട്ടാ. എന്തൊക്കെ ഇനി വരാൻ പോണാന്ത്. അളിയ ഭയങ്കര പോറായിരുന്നോടാ. പോറാണോന്നോ? ഇനി അതിൽ പരം ഒന്നും ഇല്ല മോനെ. സത്യമായിട്ടും വീഡിയോ പോട്ടെന്ന് വയ്ക്കാം. അതിന്റെ അടിയിൽ ക്യാപ്ഷൻ ഉണ്ട്, എന്നെ ആരെങ്കിലും രാജുവേട്ടന്റെ അനിയനായിട്ട് അഭിനയിപ്പിക്കണേ എന്നൊരു സാധനം. എന്നിട്ട് 2-3 കൈയും 3-4 കുത്തും. അയ്യോ ദൈവമേ, ഫാൻസുകാര് കാടോടെ ഇളവിരിക്കാണ്. വെളുത്താലും അടി തീരൂല. ഇമ്മീഡിയറ്റ് ദുബായ്ക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്താ. ഇമ്മീഡിയറ്റ് ഞാൻ പോവാ, നാട്ടിൽ ചെയ്താൽ ശരിയാവത്തില്ല. ടിക്കറ്റ് പഞ്ചായത്ത് എടുത്തേരണ. ഇയാള് പോയില്ലേടോ ഒന്ന്? ഞാൻ പോയി രാജു ഏട്ടാ. എടാ അത്രയ്ക്ക് പോറാ? അളിയൻ എയർ ടിക്കറ്റ് എടുത്ത് ദുബായ് ചെന്ന് ഇറങ്ങിയാലും അളിയ ഇപ്പൊ കയറിക്കുന്ന എയർ നിന്ന് തിരിച്ചിറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ എടാ ഇത് കേശു ഒപ്പിച്ച പണിയടാ, എനിക്കൊന്നും അറിയില്ല. ആരൊപ്പിച്ചാലും നന്നായിട്ടുണ്ട്. രാജുവേട്ടനായിരിക്കും വിളിക്കണത്. ഓടാ ഷിഹാബ് കാറ്റ് ആണ്. ഇക്ക കണ്ടാ സീനാണാ? അയ്യോ, ഞാനത് എങ്ങനെയും കളയാൻ പറ്റുമോ നോക്കട്ടെ. ഓക്കെ 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 ഓക്കെ. എന്തേടാ ഇത് പഞ്ചായത്ത് വിട്ട് അങ്ങ് എത്തി, ദുബായ് എത്തി. അയ്യോ എടാ, ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യൂടാ? ഈ അളിയൻ പേടിക്കാതിരിക്കേ, നമുക്ക് എന്തെങ്കിലും വഴി കാണാം. എന്ത് വഴി കാണാനാണ് ഇതില്? അളിയൻ ഞാൻ ഒരു കാര്യം പറഞ്ഞ അളിയനൊന്നും തോന്നല്ലേ അളിയാ. ഇനി വഴി വെച്ചിലും കണ്ടാലേ അളിയൻ പരിചയം കാണിക്കാനോ സംസാരിക്കാനോ ഒന്നും നിക്കല്ലേ അളിയാ. ആൾക്കാരെല്ലാം കണ്ടാലേ എനിക്ക് നാണക്കേട്, അതുകൊണ്ടാ ഞാൻ പോട്ടെ. നിക്കടാ എടാ, എനിക്ക് ഒറ്റയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു പോകാൻ ഒരു പേടി പോലെ. ആൾക്കാരൊക്കെ വല്ലതും കണ്ടെന്തേലും പറഞ്ഞാലോ എന്നെ ഒന്ന് വീട് വരെ ഉണ്ടാക്കുവാടാ. വേണോ? പ്ലീസറാ വാ. ആൾക്കാർ വല്ലതും കാണുവാടാ. കണ്ണു കുത്തിയിരിക്കാം. വെക്കടാ. മാസ്ക് ഉണ്ടോ ഇപ്പോ? ഇല്ല.